கேட்கும் காலம் ஆனந்த ராகம் கேட்கும் காலம் கீழ்வானிலே ஒளி போல் தோன்றதே ஆயிரம் ஆசைகள் உள் நெஞ்சம் பாடாதோ ஆனந்த ராகம் கேட்கும் காலம். துள்ளி வரும் உள்ளங்களில் தூது வந்த தென்றல் சொல்ல தோன்றும் எங்கும் இன்பத்தின் ஆனந்த தாளங்களே வெள்ளி மலை கோலங்களை அள்ளிக்கொண்ட மேகங்களே காணும் நெஞ்சில் பொங்கட்டும் சொந்தத்தின் பாவங்களே கள்ளம் இன்றி உள்ளங்கள் துள்ளியே கட்டிக்கொண்ட எண்ணங்கள் மெல்லவே ராகங்கள் பாட தாளங்கள் போட வானெங்கும் போகாதோ ஆனந்த ராகம் கேட்கும் காலம். லா 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 லா. வண்ண வண்ண எண்ணங்களும் வந்து வீழும் உள்ளங்களும் தோன்றும் எங்கும் இன்பத்தின் ஆனந்த தாளங்களே சின்ன சின்ன மின்னல்களும் சிந்தனையின் பின்னல்களும் சேரும் போது தோன்றிடும் ஆயிரம் கோலங்களே இன்று முதல் இன்பங்கள் துள்ளி வரும் இந்த மனம் எங்கெங்கும் சென்று வரும் ராகங்கள் பாட தாளங்கள் போட காலங்கள் ஆரம்பம் ஆனந்த ராகம் கேட்கும் காலம் கீழ்வானிலே ஒளி போல் தோன்றதே ஆயிரம் ஆசைகள் உள் நெஞ்சம் மாறாதோ ஆனந்த ராகம் கேட்கும் காலம். லா 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 லா. Brilliant singing. Nice, Brilliant. Brilliant. നൈസ് നൈസ്. Very good. Very good. അനക്ക വരും പാട്ട് കഴിഞ്ഞപ്പോ ജഡ്ജസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയി. സൂപ്പറായിട്ട് പാടിയോ? ചോദിച്ചു നോക്കാം ചോദിച്ചോക്കാം അല്ലേ? ഓക്കെ എം ജി സർ. അനഘ സർ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി 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 വേറൊന്നുമല്ല, വളരെ പ്രയാസമുള്ള ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല ശബ്ദം, നല്ല ആലാപന രീതി, എല്ലാം കൊണ്ട് നല്ല രസമായിരുന്നു. ഒന്ന് രണ്ട് സ്ഥലത്താണ് സ്ലിപ്പായി പോയത്. അത് പോയതാണ്, അവസാനം അത് വന്നു. ലാസ്റ്റിൽ അത് വന്നെങ്കിലും കുറച്ചുകൂടെങ്കിൽ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ആ പാടാതോ എന്നുള്ള ആ പോർഷൻ തോന്നിയോ? അത് പ്രയാസമാണ് മോളെ. കാരണം അത് പാടി വരുമ്പോഴത്തേക്ക് അത് എല്ലായിടത്തും അത് വന്നിട്ട് വീണ്ടും ആ ഒരു സംഗതി കൊണ്ട് കയറിയിട്ട് ഗാരി സരി എന്ന് വരുമ്പോഴത്തേക്ക് കൈ വിട്ടു പോവും. എന്നാലും ഒന്ന് ട്രൈ ചെയ്യുന്നോ? கீழ்வானிலே ஒளி போல் தோன்றுதே ஆயிரம் ஆசைகள் கரெக்ட். ஆயிரம்
ஆசைகள் உள் நெஞ்சம் പോരട്ടെ. ഉൾ നെഞ്ചം പാടാതോ. കുറച്ചുകൂടെ അതിനകത്തൊരു സ്വരസ്ഥാനങ്ങളിലോട്ട് വീഴാം. എങ്കിലും പ്രയാസം, അത് പ്രയാസം, ഭയങ്കര പ്രയാസം. അതുപോലെ രാജാ സാറിന്റെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇവിടെ പറയായിരുന്നു കേട്ടോ, ആ ബീജിയം ഇല്ലേ, തേർഡ് ബീജിയം, അതിന്റെ ചേഞ്ച് ഓവർ, പകുതിയിൽ നിന്നൊരു ചേഞ്ച് ഓവർ. എൻ്റെ അമ്മ ഒരു സിംഫണിയുടെ ഒരു പീസ് ഇങ്ങനെ തന്നു, വേണേ എടുത്തോടാ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡിഫറൻറ്റ് സെക്കൻഡിലോട്ട് കയറി. ആഹാ, അത് മനോഹരം. പിന്നെ തബലയുടെ ആ ടേക്ക് കണ്ടു, ഒന്ന് വായിച്ചെന്ന് ജസ്റ്റ്. നെക്സ്റ്റ് ചേഞ്ച് ഓവർ. കട്ടിക്കൊണ്ട എണ്ണങ്ങൾ മെല്ലെ വീഴ രാഗങ്ങൾ പാട താളങ്ങൾ പോട വാനെങ്കും പാടാതോ. അടിപൊളി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാല് ശരിക്കും ഇവിടെ കുറച്ചേ ഉള്ളു രോമം, പക്ഷേ സൂപ്പർ സൂപ്പർ സെലക്ഷൻ. എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടോ. ഈ 1-2 സ്ഥലം മാത്രമേ ഉള്ളൂ, ഈ പോകാതോ എന്ന് ഞാൻ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത്, ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയത്. ബട്ട് ബാക്കിയെല്ലാം എനിക്ക് അക്ഷരം എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ശരത് ഖാൻ പറയും. ഗുഡ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ, ഉഗ്രൻ സെലക്ഷൻ. താങ്ക് യു സർ. ഇത് എവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നു? ഇത് ശരിക്കും എനിക്ക് ആദ്യം അസൈൻ ചെയ്ത പാട്ട് വേറെയാണ്, മൗനമാന നേരമായിരുന്നു ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഗ്രൂമേഴ്സ് വിളിച്ചങ്ങനെ സംസാരിച്ച് പാട്ട് നമ്മൾ മാറ്റാം എന്നുള്ള പ്ലാനിലേക്ക് എത്തി. അങ്ങനെ ഗ്രൂമേഴ്സ് സജസ്റ്റ് ചെയ്ത പാട്ടാണത്. കട്ടിക്കൊണ്ട എണ്ണങ്ങൾ മെല്ലെ വീഴ രാഗങ്ങൾ പാട താളങ്ങൾ പോട വാനെങ്കും പോകാതോ ആനന്ദ രാഗം കേൾക്കും കാലം ലാ 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 ലാ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയൂ, കേക്കട്ടെ. മൂവി പന്നീർ പുഷ്പങ്ങൾ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇളയരാജ സാർ, ലിറിക്സ് ഗംഗൈ അമരൻ സാർ, പാടിയിരിക്കുന്നത് ഉമാരമണൻ മാം. ഉഗ്രം പാട്ട്. ഉമാരമണൻ പാടിയ വേറെ ഏതെങ്കിലും പാട്ട് അറിയാമോ? ഒരു ആ വെച്ച് തുടങ്ങുന്ന പാട്ട്. ആനന്ദരാഗം അത് അല്ലല്ല, വേറെ ആകായ വെണ്ണിലാവേ തറൈ മീത്. എന്തൊരു ഉഗ്രം പാട്ടാ, എന്തൊരു പാട്ടാ. പൂങ്കതവേ, അത് നീ പാതി ഞാൻ പാതി കണ്ണി. രാജാ സാർ മുഴുവൻ പാടിയിരിക്കുന്നത് ഇതെല്ലാം ഡിബേറ്റ്സാണ്. ഇത് രാജാ സാർ ഈ ഉമാരമണൻ മാമിന് ദാസേട്ടൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്. അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ നോളജിൽ ഇത് വേറെ ആരോ പാടിയെന്നുള്ള. അയ്യോ, വണ്ടർഫുൾ, ഉഗ്രം പാട്ടടാ. അയ്യോ, അത് രാജാ സാറെന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ, ആ ദൈവത്തിൻ്റെ ബ്രില്യൻസ്, ആ ഓർക്കസ്ട്രേഷനിൽ ഈ പാട്ട് കൺസ്ട്രക്ട് ചെയ്ത രീതി എല്ലാവർക്കും, ഇതിനകത്ത് മൊത്തം ആളുകൾക്കും പണിയാണ്. ഈ പാച്ചൊക്കെ ചുമ്മാതിരുന്ന് കാശ് മേടിച്ചോണ്ട് പോകാമായിരുന്നു. ഇത് വന്നപ്പോഴാണ് അവന് യഥാർത്ഥമായിട്ടൊന്ന് എത്ര നേരം ഇരുന്ന് പ്രാക്ടീസാണ്. സർ, ഇത് ആക്ച്വലി നമ്മളവിടെ ഗ്രൂമിങ് സമയത്ത് എൻ്റെ അടുത്ത് ഇവരെല്ലാവരും ചോദിച്ചു, വേറെ പാട്ടൊന്നും കിട്ടിയില്ലേ, ഈ പാട്ട് എന്തിനാണ്? കാരണം 1-1.5 മണിക്കൂർ എടുത്തിട്ടാണ് വയലിൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പാടാ, മെനക്കേടാ. കാരണം അദ്ദേഹം അങ്ങനാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരു മനുഷ്യൻ ആലോചിക്കാൻ പറ്റാത്തുള്ള രീതിയിലാണ് അദ്ദേഹം പോയേക്കുന്നത്. ഈ ടോണിക്കും അതിൻ്റെ ഫിഫ്ത്തൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്, അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. വണ്ടർഫുൾ, ഒന്നും പറയാനില്ല സാർ. നമസ്കാരം, പ്രണാംസ്, അതല്ല വേറൊന്നും പറയാനില്ല. അപ്പോൾ എന്തൊക്കെയായാലും നന്നായിട്ട് പാടി. എനിക്ക് ഇതിൻ്റെ സ്കാനിങ് മാത്രം ഒന്ന് ശ്രുതി തരാമോ? ഈ 1000 അത്രയും മതി. 1000 ആശകൾ 1000
ആസൈകൾ 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 അത് ആദ്യത്തെ സ്കാനിങ് ഒന്ന് എനിക്ക് കൃത്യമായിട്ട് അതൊന്ന് കൃത്യമായി സ്ലോ ആയിട്ട് പാടാമോ? ആയിരം ആസൈകൾ ഉൾനെഞ്ചം പാടാ. അതെന്താണത്? മപ്പതപ്പ എന്ന് പറഞ്ഞാൽ അത് കിട്ടിയല്ലോ. അത് അതിനകത്ത് കിടക്കുക. ഒന്നുകൂടെ. ഉൾനെഞ്ചം പാടാതോ. അത് ധനിസരികയാണോ പാടുന്നത്? പദസരിക. അതിനൊരു കൃത്യത വേണമായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ നിങ്ങൾ പാടുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ തലേന്ന് ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു. അതിന് ഒരു നിവൃത്തിയില്ല. വണ്ടർഫുൾ കോമ്പസിഷൻ. അപ്പം രാജാ സാർ ഇനിയും നമുക്ക് നല്ല പാട്ടുകൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാലും ഈ ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി അനുഖ നല്ല മിന്നി തിളങ്ങുന്നുണ്ട് ഇന്ന്. നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു. പിന്നെ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ പറയാതിരിക്കാൻ വയ്യ. ഇതിങ്ങനെ വീണ്ടും വീണ്ടും അനഖയെ കൊണ്ട് പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണ് ഈ പാട്ട്. കാരണം നമ്മുടെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല ഈ പാട്ട്. അതിൻ്റെ നോട്ട്സും അത് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയും ഒക്കെ അങ്ങനെയാണ്. ഇറ്റ്സ് സച്ച് എ ഹോണ്ടിങ് സോങ്. ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ലൂപ്പായി പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പോസിഷൻ. ശരിക്കും ഉമാ രമണൻ എന്ന് പറഞ്ഞ സിംഗർ, ഈ അമ്മനെ ഞാൻ നേരിട്ട് പാടുന്ന കണ്ടിട്ടുണ്ട്. രാജാ സാറുടെ ഷോസിന് പാടുന്ന സമയത്ത് ഇവരൊരു സുന്ദരിയായൊരു അമ്മയാണ്. അവിടെ നിന്ന് അനങ്ങാണ്ട് നമ്മുടെ ജാനകിയമ്മയൊക്കെ പാടുന്ന പോലെ അനങ്ങാണ്ട് നിന്ന് പാടി. ഞാനിതൊക്കെ ഈ ആകായ വെണ്ണിലാവയൊക്കെ ഞാൻ നേരിട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ സിംഗർ. എന്തൊരു നൈസ്, നല്ല സുഖമുള്ളൊരു ശബ്ദമാണ്. എന്തൊരു നല്ല അമ്മയാണെന്നറിയോ. അപ്പം അവരുടെ ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ ഗ്രേറ്റ് മോളെ. ഫാന്റാസ്റ്റിക് സെലക്ഷൻ. അതുപോലെ തന്നെ പാടി സ്ഥലമായിട്ട് പാടി നല്ലോണം എൻജോയ് ചെയ്ത് പാടുന്നുണ്ടായിരുന്നു. അതാണ് വേണ്ടത്. മോള് പാട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെങ്ങനെ എൻജോയ് ചെയ്യാണ്ടിരിക്കുകയല്ലേ. ഈ പാട്ട് തന്നെ അത്തരത്തിലൊരു മാജിക്കാണ്. സോ താങ്ക് യു ടു രാജാ സർ. ഈ ഒരു പാട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ കേൾക്കുമ്പോഴോ നിങ്ങൾ അസാധ്യമായിട്ട് വായിച്ചു. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇത്രയും സമയമെടുത്തിട്ടാണ് ഇതൊക്കെ ട്യൂൺ ചെയ്ത് നിങ്ങൾ ഇതിന് പഠിച്ച് വെച്ച് റെഡിയാക്കിയതെന്നുള്ളതേ എക്സലൻറ്റ്. പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമുക്ക് അതൊരു വല്ലാത്തൊരു ഫീലാണ് നിങ്ങൾ വായിക്കുന്ന കേൾക്കുമ്പം. സ്പെഷ്യലി ആ മോള് പാടുമ്പോഴും ഈ മ്യൂസിക്കിൻ്റെ ഫീലാണ് ശരിക്കും ഇങ്ങനെ ആസ്വദിച്ച് പാടാൻ പറ്റുന്നത്. കാരണം ഇതൊക്കെ ടെൻഷൻ അടിച്ച് പാടേണ്ട പാട്ടാ. അത് നല്ല പുഷ്പം പോലെ പാടി. സൂപ്പർ ആയിരുന്നു മോള്. നല്ല ചിരിച്ച് പാടി. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ അടിപൊളി കമന്റ്സ്. ഇനി മാർക്സ് എത്രയാന്ന് നോക്കാം. എം ജി സർ എത്ര ആയിരിക്കും പറ? പാറു പറ. ഞാനാണോ സാർ? കുറെ നാളായില്ലേ ഇവിടെ നിൽക്കുന്നു. അപ്പൊ അറിയാലോ, ഒരു ട്രെൻഡ് അറിയാമല്ലോ. കമന്റ്സ് ഒക്കെ കേട്ടിട്ട് ഞാൻ എന്ത് പറഞ്ഞു? സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു 9.2. കൈ കാണിക്കുന്നു. ഇല്ല സാർ, ഞാൻ കണ്ടില്ല, അങ്ങോട്ട് നോക്കിയതില്ല. എന്തോ ഇവിടെ സംഭവിച്ചത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ പറഞ്ഞു? സാർ ഒരു മാർക്ക് കുറച്ചു കൊടുക്കും. സാർ ഞാനിവിടെ അല്ല അങ്ങനല്ല പറയണ്ടേ. ഡേയ് അയ്യോ അങ്ങനെ പറയില്ല. നാളാച്ചടാ ഞാൻ ഇങ്ങ നിൽക്കുന്നത്. എങ്കിട്ടേ വേലേ നീ എങ്കിട്ടേ വിളയാടുറിയാ. നീ എങ്കിട്ടേ വിളയാടുറിയാ. 9.2 കൊറ. 9.2. താങ്ക് യു സോ ശരത് സാർ. എന്തോ അല്ല ഈ മാർക്ക് കിട്ടിയിട്ട് ഇവിടെ പേടിച്ച് നിൽക്കല്ലേ. ഇത് പ്രതീക്ഷിച്ചോ ഇത്ര കിട്ടുമോ? ഇരുട്ടടി കിട്ടിയാണോ ആയി? എനിക്ക് ആദ്യമായിട്ടാണ്. അതാ ഒരു 8.34 ആണ് പ്രതീക്ഷിച്ചത്. സത്യമല്ലേ? ഞാൻ പറഞ്ഞു 8.576. അത് ഇതിനകത്ത് നല്ല കാര്യം ഉണ്ടായിരുന്നു. ചേച്ചി മോള് സാഹേബ് ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു ചേച്ചി. ടോട്ടൽ 18.2. ചേച്ചി അടുത്ത നമുക്കൊരു സോൾഫുൾ ക്ലാസിക്സ് റൗണ്ടിലേക്ക് പോയാലോ? എനിക്ക് സോൾഫുൾ പാട്ട് കേൾക്കണം. കേൾക്കാൻ കൊതിയാവുന്നു. ഓക്കെ, റെഡി ആയിരുന്നോ? ലെറ്റ്സ് വെൽക്കം തേജസ്.
നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ രാഗസുധാസാഗരത്തിൽ നീരാടി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. ആറാട്ടുകടവിലും ആനക്കുട്ടിലും ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു. ആറാട്ടുകടവിലും ആനക്കുട്ടിലും ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു. സതിരു തുടങ്ങി, സതിരു തുടങ്ങി, സംഗീതലഹരിയിൽ സദസ്യർ നിശ്ചലരായി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. ചെമ്പടത്താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈവായി പാട്ടുപാടി. പാത ഡാൻസ് നിസാസ ഡാൻസ് നിസ ശരീരി നിസ സരിഗരി ഗാഗ ഡാൻസ് നിസ ശരീരി. പാത ഡാൻസ് നിസ സാസ നിസ സാസ നിസ സാസ നിസ സാസ രീഗർ സാസ നിസ സാസ രീഗർ ഗാമ രീഗർ സാസ നിസ സാസ രീഗർ സാസ നിസ സാസ നിസ സാസ പാത സാസ പമ സനി ദപ മഗരി സ. ചെമ്പട താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈവായി പാട്ടുപാടി. വടിവേലു തിരുമുന്നിൽ പണ്ടു കാണിക്ക വെച്ച വയലിൽ ചൗടയ്യ ഖ്യാതി നേടി. വയലിൽ ചൗടയ്യ ഖ്യാതി നേടി. മൃദംഗത്തിൻ പാലക്കാട്ടുമണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു. മൃദംഗത്തിൻ പാലക്കാട്ടുമണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു. നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ, നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു. നിശബ്ദരായി
ജനം സ്വയം മറന്നു നിന്നു നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമോരുങ്ങി ഗുഡ് ഗുഡ്. തേജസ് എന്ത് സൂപ്പർ പെർഫോമൻസ്, താങ്ക് യു. ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എന്ത് വേണം, 3 ജഡ്ജസിന്റെ സ്റ്റാൻഡിംഗ് ഓവേഷൻ ആണ് കിട്ടിയേക്കണേ. അടിപൊളിയായിരുന്നടാ. താങ്ക് യു താങ്ക് യു. ആൻഡ് സൂപ്പർ ഓർക്കസ്ട്ര പൊളിച്ചു. സൂപ്പർ, അടിപൊളി. ഓക്കെ, ചോദിക്കാം. ചോദിക്കാം. ചേച്ചി തേജസ് യെസ് മാം. അസലായി പാടി. താങ്ക് യു മാം. കഴിഞ്ഞ റൗണ്ടിൽ നിന്നും ഒരു വമ്പിച്ച തിരിച്ചുവരവ് അതെ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. തേജസ് മനോഹരമായിട്ട് പാടണേന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. സത്യത്തില് മോൻ അസലായി പാടി. താങ്ക് യു മാം. ആദ്യം മുതൽ അവസാനം വരെ എന്തൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആണ്. നമ്മുടെ ഓർക്കസ്ട്ര എൻ്റെ ദൈവമേ എല്ലാരും പൊളിച്ചടുക്കി. സൂപ്പർ ഓർക്കസ്ട്ര ആയിരുന്നു, അടിച്ചു പൊളിച്ചു. പിന്നെ അതുപോലെ മോനെ ഡീറ്റെയിൽസ് പറയൂ. ഇത് മ്യൂസിക് കമ്പോസ് ചെയ്തത് ജെ വിജയൻ സാറാണ്. ആഹാ, ലിറിക്സ് ചെയ്തത് ബിച്ചു തിരുമല സാറാണ്. ആ. പാടിയത് യേശുദാസ് സാറാണ്. ഇന്നിവിടെ അത് അവതരിപ്പിച്ചത് തേജസ് ആണ്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പതുക്കെ സംസാരിക്കുന്നുള്ളൂ പറഞ്ഞ ആളിതാ ഇപ്പൊ അതെ, എന്താണ് മന്തി വാങ്ങി തന്നോ ഇവര്, അതുകൊണ്ടാണോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഈ എന്താ പെട്ടെന്നൊരു സംസാരം മാറ്റം? ഇല്ല, ജസ്റ്റ് ഒന്ന് മൈക്ക് അടുപ്പിച്ച് വെച്ചെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഹേ, അപ്പൊ അന്ന് മൈക്ക് അടുപ്പിച്ചല്ലേ നീ വെച്ചത്? അല്ല, അന്ന് അയലത്താ വെച്ചത് മൈക്ക്. ഓ എന്തൊരു സുന്ദരനായിട്ടുണ്ട് കാണാൻ. ശരിക്കും ആ ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവൻ എന്താന്ന് അറിഞ്ഞില്ലല്ലോ. നല്ല ദീപങ്ങളൊക്കെ വെച്ചാ എന്ത് മനോഹരായിരുന്നു അറിയോ കാണാൻ. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമോരുങ്ങി നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമോരുങ്ങി. മോന്റെ ഈ ഡ്രസ്സിന്റെ കളറും നല്ല നല്ല മുണ്ടൊക്കെ എടുത്ത് സ്റ്റൈലായി. ഫാന്റാസ്റ്റിക് മോനെ, മറ്റൊന്നും പറയാനില്ല. ഉഗ്രനായിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞു. യെസ്. ഓക്കേ, ശരത് സർ. മക്കളെ സാർ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയടാ. Thank you, നിന്റെ sir. അറ്റംപ്റ്റിന് ഞാൻ സമ്മതിച്ചു. പിന്നെ നീ കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കുക. നിന്റെ തിരുവായൊന്ന് തുറക്കണം. ഓക്കെ സാർ. ഞാനാണ് തുറന്നത്. ഇതൊക്കെ മോനെ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. പിന്നെ എനിക്ക് ഈ സ്വാതി തിരുനാൾ അത് കുറച്ചും കൂടെ അങ്ങോട്ട് ഹിറ്റ് ചെയ്യാം. നിനക്കത് വല്ലാണ്ട് കിടന്ന് അലറി പിടിക്കാന്ന് തോന്നുന്നു കേട്ടോ. അത് പാടാമോ സ്ട്രെയിൻ ഇല്ലെങ്കിൽ? രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ. ഗുഡ് ഗുഡ് ഗുഡ്, അത് ബെറ്ററാടാ. ഇത് മുമ്പ് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി. പിന്നെ സ്വരം ഇരട്ടിച്ച് പാടുന്നത് ഞാൻ ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ സാർ. അത് എന്തൊക്കെയാലും അത് പാടിയല്ലോ, അത് ഞാൻ സമ്മതിക്കുന്നു. ഒരു സല്യൂട്ട് തന്നെ. ഞാൻ ഒന്നും കൂടെ ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് തരാം. ഇത്രയും പാടിയതിന് സല്യൂട്ട് മാത്രമേ ഉള്ളൂ സർ? അല്ല, ഞാൻ പെട്ടി എടുത്തോണ്ട് വരാൻ പോവല്ലേ. പിന്നെ അല്ലാണ്ട് എന്നാ വാ സർ. മന്തി കഴിക്കാനുള്ള പൈസയെങ്കിലും കൊടുക്കണം അവന്, അല്ലേ? അല്ലെങ്കിൽ മോശമല്ലേ? ആ. Yes! അങ്ങനെ തേജസ് സംഗതി പെട്ടി തുറന്നിരിക്കുകയാണ്. നന്നായിട്ട് പാടിയിട്ടാ. നിന്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അതുകൊണ്ടാണ്. കാര്യം കൃത്യമായിട്ട് അതിൻ്റെ ഒരു സിൻസിയാരിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ആ ഇരട്ടിപ്പ് സ്വരം മാത്രം അത് കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യണം. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശരത് സർ. എം ജി സർ. തേക്കുട്ടാ, യെസ് സാർ. നീ അപ്രതീക്ഷിതമായ ഒരു പൊട്ടിക്കലാണ് നടത്തിയത്. അതെ, താങ്ക് യു സാർ. അതായത് കഴിഞ്ഞ പാട്ടിന് വാതുറക്കത്തില്ല, അവസാനം ഞങ്ങളെല്ലാം കൂടെ മന്തി കുത്തി കയറ്റു എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ കിടന്ന് പ്രയാസപ്പെട്ട് ഇവൻ പേരെന്താണ് ഇത്രേ ശബ്ദം ഉണ്ടായിരുന്ന ഒരു കക്ഷി ഇവിടെ വന്നിട്ട് നക്ഷത്ര ദീപങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു എടുപ്പം കൂടെ എടുത്തിട്ടുണ്ടല്ലോ. തിളങ്ങി. തിളങ്ങി. Thank you, sir. തിളക്കി. താങ്ക് യു സർ. നന്നായിരുന്നു മോനെ, നന്നായിട്ട് പാടി. പിന്നെ ഈ പാട്ട് പാടിയപ്പോൾ 1-2 സ്ഥലങ്ങൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ സ്വരം
അതിനകത്ത് ഇല്ലാത്തൊരു സ്വരം കയറി വന്നു. എങ്ങനെ വായിക്കകത്ത് വന്നതാ, കുഴപ്പമില്ല. എന്തായാലും അത് ഒപ്പിച്ചില്ല. കാരണം അത് ഞാൻ വിചാരിച്ച പകുതി വഴിയാകുമ്പോൾ നിന്ന് പോകുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് വന്ന് താളത്തിൽ അവിടം വരെ കൊണ്ടുവന്നു നീ. അതിനൊരു വലിയ കഴിയായിരുന്നു. അത് പിന്നെ രാജധാനിയാണേ, രാജധാനി അല്ല, രാജധാനി. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ശബ്ദം ഒന്നും ഇടറി. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നീ ഞങ്ങളെ ഞെട്ടിച്ചു. എസ്പെഷ്യലി ഞാൻ ഞെട്ടി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ. പക്ഷെ ഇതിൻ്റെ ഇടയിലും ഏതോ ഒരു വരി വന്നപ്പോഴത്തേക്ക് നീ ചെറുതായിട്ടൊന്ന് പമ്മിയിട്ട് വീണ്ടും അല്ലേ, വീണ്ടും ഒരു ടേക്ക് ഓഫ് കൊടുത്തു. ഞാൻ വിചാരിച്ചു വീണ്ടും ഇരുന്നോ എന്ന് വിചാരിച്ചു. ഇല്ല, സടകുടഞ്ഞ് വീണ്ടും എണ്ണീറ്റു. എന്തായാലും അടിപൊളി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ തേജസ് അടിപൊളി കമന്റ്സ് ആയിരുന്നു. ഇനി മാർക്ക് ചോദിക്കാം നമുക്ക്. ചേച്ചി തേജസ് ഈ പെർഫോമൻസിന് 9.8. അടിപൊളി. ഓക്കെ, ശരത് സർ. എന്തോ ഓക്കെ, എം ടി സർ. അത് നീ തന്നെ പറഞ്ഞു, കുഴപ്പമില്ല. അയ്യോ, എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ഇപ്പോഴൊന്ന് ഊഹിക്ക്. അണ്ണാച്ചി മിണ്ടല്ലേ. ഞാൻ അത്തരക്കാരനല്ലെന്നാ 9.8 പറഞ്ഞോ. തന്നെ ആയിരിക്കും. ഇച്ചിരി കൂടിയില്ലേ, ഒരു പോയിന്റ് കൂടി. കാണില്ല സർ. 9.8. നീ ഭയങ്കര. ഓക്കെ, സോ ടോട്ടൽ 19.6. അങ്ങനെ തേജസിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടത്. അടുത്തതായി റൊമാൻറ്റിക് മാസ്റ്റർ റൗണ്ടിൽ പാടാൻ വരുന്നു അർജുൻ. காதலின் தீபம் ஒன்று ஏற்றினாளே என் நெஞ்சில், காதலின் தீபம் ஒன்று ஏற்றினாளே என் நெஞ்சில், கூடலில் வந்த சொந்தம் கூடலில் கண்ட இன்பம் மயக்கமென்ன, காதல் வாழ்க காதலின் தீபம் ஒன்று ஏற்றினாளே என் நெஞ்சில். நேற்று போல் இன்று இல்லை, இன்று போல் நாளை இல்லை. நேற்று போல் இன்று இல்லை, இன்று போல் நாளை இல்லை. அன்பிலே வாழும் நெஞ்சில் அன்பிலே வாழும் நெஞ்சில் ஆயிரம் பாடலே, ஒன்றுதான் எண்ணம் என்றால் உறவுதான் ராகமே, எண்ணம் யாவும் சொல்லவா, காதலின் தீபம் ஒன்று ஏற்றினாளே நெஞ்சில்.
கொண்டே என்னை நான் தேடி தேடி உன்னிடம் கண்டு கொண்டேன் பொன்னிலே பூவை அள்ளும் ஆ ஆ பொன்னிலே பூவை அள்ளும் புன்னகை மின்னுதே கண்ணிலே காந்தம் வைத்த கவிதையை பாடுதே அன்பே இன்பம் சொல்லவா காதலின் தீபம் ஒன்று ஏற்றினாளே என் நெஞ்சில் கூடலில் வந்த சொந்தம் கூடலில் கண்ட இன்பம் மயக்கமென்ன காதல் வாழ்க காதலின் தீபம் ஒன்று ஏற்றினாளே என் நெஞ்சில். നൈസ് നൈസ് മോനെ. ഗുഡ് ഗുഡ് ഗുഡ്. അർജു ഹായ് പറു. സൂപ്പർ ആയിരുന്നു. നല്ല Thank you. കോസ്റ്റ്യൂം, താങ്ക് യു. ഭയങ്കര സ്റ്റൈലായിട്ട്. അപ്പൊ എന്തായാലും ചോദിക്കാം നമുക്ക്. ദോശേട്ടാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇഡ്ഡലി. അതുണ്ടോ അവിടെ? ആ ഉണ്ട് സർ. ഈ ഇഡ്ഡലി മാത്രം പോരാ, അതിന്റെ കൂട്ടത്തിൽ പൊടി, അത് 2 സൈസ് പൊടി വേണം. അതിനത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണം. പിന്നെ ചമ്മന്തി, ചുമന്ന ചമ്മന്തി വേണം, കട്ടി ചമ്മന്തി. പിന്നെ വെള്ള ചമ്മന്തി, അത് കാന്താരി ഉള്ള അത് വേണം. അങ്ങനെ ഇച്ചിരി സാമ്പാർ വേണ്ടേ? വേണമെന്നോ? പിന്നെ അതിന്റെ സൈഡിൽ ഒരു രസപട ഉണ്ടെങ്കിൽ ഒരു സുഖം. ഇതിനൊരു ജോലിക്കാരിയെ കൂടെ കൊണ്ടുപോകേണ്ടി വരും. ഒരു രസപട. പിന്നെ ഇഡ്ഡലി ഉണ്ടല്ലോ, പൂ പോലെ ഇരിക്കണം. അത് നിർബന്ധമാണ്. കാരണം ഞാൻ ഞെട്ടിപ്പോയ ഒരു സ്ഥലമാണ് ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ഞങ്ങൾക്ക് കാലത്ത് 9 മണിക്ക് ഫ്ലൈറ്റാണ്. തലേദിവസം അതിന്റെ സംഘാടകർ ഒന്ന് ചോദിച്ചു എന്തൊക്കെ വേണം. ഞാൻ പറഞ്ഞു ഇഡ്ഡലി വേണം. പെട്ടെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ബ്രെഡിൽ ഉള്ള സംഭവങ്ങൾ മതി, അത് മതിയെന്ന്. അപ്പൊ കാലത്ത് പാവം ഒരു ലേഡി കുറച്ചൊരു ടിഫിൻ കാരിയറിൽ ഇഡ്ഡലി ആയിട്ട് വന്നു. 10-20 ഇഡ്ഡലി വന്നു. എന്റെ ജീവിതത്തിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കഴിച്ചിട്ടില്ല. അവസാനം അതിന് വേണ്ടിയിട്ട് എല്ലാരും കടിപിടി കൂടി. എനിക്ക് 2 കിട്ടി, ബാക്കി ആ ബ്രെഡൊക്കെ വെറുതെ ആയി അവിടെ. അത് ഇഡ്ഡലിയുടെ ഒരു അതുണ്ടാക്കുന്ന ഒരു കലയാണ്. ചിലതെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പട്ടി എത്തുപോകും, അത്ര കട്ടിയായിട്ടുള്ള. ശരി, എന്തായാലും ഇഡ്ഡലി നന്നായിട്ട് പാടി കേട്ടു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പാട്ടെല്ലാം അങ്ങോട്ട് നോക്കി നിന്നാ പാടിയത്, ഞങ്ങളെ നോക്കിയില്ല എന്നൊരു പരിഭവമുണ്ട് കേട്ടോ. എന്തായാലും പാട്ട് നന്നായിട്ട് പാടി. പിന്നെ ഈ മയക്കമെന്ത് എന്ന് വരുന്ന പോർഷൻ കുറച്ച് അവിടെ ഒരു ക്ലാരിറ്റി വേണം. പിന്നെ നേറ്റർ പോൽ ഇன்று, അതൊന്ന് പാടാവോ? நேற்று போல் இன்று இல்லை, இன்று போல் നാളെ இல்லை. അത്ര മതി മതി. പിന്നെ അതുപോലെ എണ്ണം വരും, എണ്ണം വരും. എണ്ണം യാവും சொல்லவா വാ. അതിനൊരു ബ്യൂട്ടി വേണം. അതുപോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് കുറച്ച് പോയത്. പക്ഷെ എങ്കിലും ടോട്ടാലിറ്റിയിൽ നന്നായിരുന്നു. ഈ പാട്ട് കുറേ വർഷത്തിന് ശേഷം അത് കേൾക്കുന്നത്. എനിക്ക് സത്യത്തിൽ ഓർമ്മ പോലും ഇല്ല. പിന്നെ പാട്ട് കേട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ പഴയ കാലങ്ങളിൽ നിന്ന് ഞാൻ ചകഞ്ഞ് മാന്തി നുള്ളി എടുത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ശരിയാണ്, ഇത് രാജാ സാറിന്റെ ഏത് സിനിമയാണ്? തമ്പിക്കെന്ത ഊര്. ഏത് വർഷമാണ് ഇത്, അറിയാവോ? അറിയില്ല. രാജാ സാറാണ് തമ്പിക്കെന്ത ഊര്. SPB സാറാണ്. കാരണം അതിന്റെ ഇടയ്ക്കുള്ള ചിരിയൊക്കെ ഏകദേശമൊക്കെ ഒപ്പിച്ചു. നന്നായിരുന്നു. കാതലിൻ ദീപം ഒன்று ഏற்றிനാളേ നെഞ്ചിൽ. പിന്നെ ഇത് ലിറിക്സ് ആരാണ്? പഞ്ചരുണാചലം സാർ. ഓക്കെ. എന്തായാലും നല്ലൊരു രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. ഓർക്കസ്ട്ര ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ, നല്ല ഉഗ്രം പാട്ട്. ഈ പടം കണ്ടിട്ടുണ്ടോ? അത് കണ്ടു കാണത്തില്ല. ഈ പാട്ടെങ്കിലും കണ്ടിട്ടുണ്ടോ? പാട്ട് കണ്ടിട്ടുണ്ട്. ആരാണ് ഇതില്? രജനികാന്ത് സാർ ലവ് ഫെയിലിയർ ആയിട്ട് എങ്ങോട്ട് പോകുന്നു? അല്ല, മറ്റേ വാട്ടർഫോൾസിന്റെ അവിടെ നടന്ന്. വാട്ടർഫോൾസ്, വെള്ളച്ചാട്ടത്തിന്റെ കുറെ മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുന്നു. അതാണ് കടക്കൊക്കെ ചെയ്യുമല്ലോ.
അദ്ദേഹം കിടന്നോട്ടെ, മനുഷ്യനല്ലേ. അല്ല വാട്ടർഫോൾസിനോടല്ലേ കിടക്കുക. എന്നാ ഒഴുകിപ്പോരുന്ന നന്നായി രജനി സാർ. എന്തൊക്കെയാലും വാട്ടവർ നല്ല ചന്തമാണ് രജനി സാറിന് അതില്. അർജുനെ, സർ, ഇതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ആ ദൈവതമാണ്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പൊ അങ്ങനെ ആയോ? ഒന്ന് പാടാം. കാതലിന് ദീപം ഒன்று. காதலின் தீபம் ஒன்று ஏற்றினாளே ஏற்றினாளே என் நெஞ்சில். എന്നെഞ്ചിൽ അല്ലടേ, എന്നെഞ്ചിൽ നാ എൻ നെഞ്ചിൽ. അപ്പൊ തനി അത് കിട്ടണോടാ. അതില്ലെങ്കിൽ പിന്നെ നീ എന്ത് പാട്ടും കാര്യമില്ല. ഓക്കെ സർ. കൂടലിൽ വന്ന സ്വന്തം കൂടലിൽ കൂടലിൽ കണ്ട് ഇമ്പം മയക്കമെന്ന നേരെ അങ്ങോട്ട് വന്നാ മതി. എന്നൊന്നും ഇല്ല അതിൽ കേട്ടോ. മയക്കമെന്ന കാതൽ വാഴ എന്ന് പറഞ്ഞാൽ, കാതൽ വാഴുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാഴക്കാണ് മീൻസ് കാതൽ ജീവിച്ചു പോട്ടെ, പൊക്കോട്ടെ. അല്ല, അത് പറഞ്ഞിട്ട് എന്തിനാ ചിരിച്ചത്? എനിക്കറിഞ്ഞൂടാ. പെട്ടെന്ന് പാറുവിനെ നോക്കിയൊരു ചിരി. പാറുവിന് എന്ത് ബന്ധം? പാറുവിനാകെ നാണം കൊണ്ട് വയ്യ. പിന്നെ അണ്ണൻ പറഞ്ഞ ഹാ, അത് മുഴച്ചു നിന്ന് കേട്ടോ. വേറൊരാൾ വന്ന് ഹാ എന്ന് പറഞ്ഞു. അത് അങ്ങനെ പറയരുത്, അതിന്റെ കൂടായിരിക്കണം അത്. ഓക്കെ സർ. എണ്ണം യാവും നാരീതി അത് യാവും എണ്ണം യാവും എന്നാ അത് അത്ര സ്ട്രെയിനും തോന്നരുത്. എപ്പോഴും അത് കൃത്യമായിരിക്കണം. അതായിരുന്നു എനിക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്. അല്ലല്ല, അത് രണ്ടാമത്തെ ചക്കര. അതുപോലെ താനിനെ നീനാനാ ഒന്ന് പാടാമോ? പൊന്നിലെ പൂവൈ അള്ളും അതിനകത്ത് അത്ര ബൃഹാസ് അല്ല വേണ്ട. അതിന്റെ ആവശ്യമില്ല. കാര്യം വേദന കൊണ്ടുള്ള ഒരു പാട്ടല്ലേ ഇത്. പ്രേമം എന്താന്ന് അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടുത്തെ പെൺകുട്ടിയായിട്ട് പ്രേമത്തിലായി. ഇത് അദ്ദേഹമായിട്ടല്ല വരുന്നത്, വേറെ ആരുമായിട്ട് ജോലി തിരക്കി വരുന്നത് പോലാണ് രജനീകാന്ത് ആ സ്ഥലത്ത് വരുന്നത്. അദ്ദേഹം കോടീശ്വരനാണ്. ഇതിനിടയ്ക്കുള്ള പ്രേമം, അടിപിടി, അങ്ങനെ ഒരു അപ്പോൾ അതിനിടയ്ക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണിത് കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളൂ. ഇതിനൊക്കെ കുറച്ചും കൂടെ സുഖമാവാമായി. എന്നാൽ പാടിയത് നന്നായിരുന്നു കേട്ടോ. നിന്റെ ആ ചിരി എനിക്ക് അതൊന്നും കൂടെ കേൾക്കണമെന്ന്. അത് കൃത്യമായ സമയത്ത് മഞ്ചേരി എന്നെ വിളിച്ചെന്തോ സംസാരിച്ചു. ആ ചിരി എനിക്ക് മിസ്സായി. നീ അവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു. ചിരിച്ചു കാണിക്കുക. കാതലിൻ ദീപം ഒன்று ഏற்றினாளே നെഞ്ചിൽ. സോറി അതപ്പം നീ അത് അസാധ്യമായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പൊ നീ ഒരുപാട് മണമണായിക്കളഞ്ഞു. ഓക്കെ, ഗുഡ്. പക്ഷെ ഈ പറഞ്ഞ ആ ദൈവതം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചിട്ടില്ല. കാട്ടി തരിഞ്ഞ് ദോശയാണ് സത്യം. ഓക്കെ, അതാണ് എൻ്റെ ഒരു സുഖം. ആ ഒരു പാട്ടിന് അത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ സർ, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ചേച്ചി അർജുൻ മാം, ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. ഇഷ്ടപ്പെട്ടു എനിക്ക്. ഒന്നാമത് അർജുൻ ഈ തമിഴ് പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ശബ്ദത്തിന്. എന്തുകൊണ്ടാ?
തമിഴ് ഇത്ര ഇഷ്ടം? മാം വീട്ടിൽ ഞങ്ങൾ തമിഴ് സംസാരിക്കുക. നിങ്ങൾ തമിഴാണോ സംസാരിക്കുന്നത്? ഓക്കെ, അതാണ് തമിഴ് പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഈസ് ഉണ്ട്. അത് ഈസി ആയിട്ട് അങ്ങ് പാടുന്നുണ്ട്. അത് ആ വോയിസിന് നല്ല സുഖമുണ്ട് അത് കേൾക്കാൻ. പോലെ നല്ല മെലഡീസ് ഒക്കെ പാടാൻ നല്ല രസമുള്ള വോയിസ് ആണ്. എല്ലാം പാടാൻ പറ്റും, പക്ഷെ പ്രത്യേകിച്ച് ഇത്തരത്തിലെ പാട്ടുകൾ പാടുമ്പോൾ നല്ല സുഖമുണ്ട് കേൾക്കാൻ. ഐ തിങ്ക് ഇതിനകത്ത് ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിന് കൂടുതലൊന്നും പറയാനില്ല. പാട്ട് നന്നായി, നല്ല സെലക്ഷനാണ്, നന്നായിട്ട് പാടി. എനിക്കും ഇത് ഈ ലോ രജിസ്റ്റേഴ്സ് പാടുന്ന സമയത്ത് മോന് കുറച്ചൊരു സ്ട്രെയിൻ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്ന് യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. അത് ശരിയാക്കി എടുക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സാർ, അർജുനായിട്ടൊന്ന് തമിഴിൽ സംസാരിക്കൂ സാർ. ഹായ് സാർ, എവിടെ ഇരിക്കീங்க? എന്തൊക്കെയുണ്ട്, സുഖമാണോ? நல்லா இருக்கீங்க സാർ? യെസ്, സന്തോഷം. പിന്നെ നീ തമിഴ് പറഞ്ഞിട്ടാണ് ഈ വാക്കൊക്കെ തെറ്റിച്ച് പറയുന്നത്. നീ എന്നടാ നീ இப்படி நீ தமிழ்நாட்டுக்கு போனா எல்லாம் சேர்ந்து அடிப்பாங்க, பரவாயில்லையா? அடிக்க மாட்டாங்க சார். அடிக்கும், நான் ஒன்னு ஆளை வச்சு அடிக்கும். உதைக்க மாட்டாங்க சார். அப்புறம் எப்படி ஹோட்டல் பிசினஸ் எல்லாம் எப்படி லாபமா? லாபம் தான் சார். லாபம் தான். நீங்க எப்படி இருக்கீங்க சார்? நான் சூப்பரா இருக்கேன் ஐயா. ஷோஸ் எல்லாம் எப்படி போகுது சார்? இந்த சூப்பர் ஸ்டார் பிரமாதமா போகுது. ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിക്കേ சார். உங்களுக்கு பிடிச்ச கண்டஸ்டன்ட் யார் சார்? அப்படி பார்த்தா என்கிட்ட பாரு கேட்க சொன்னாங்க சார். பாரு பாரு எனக்கு கண்டஸ்டன்ஸ் எல்லாரும் பிடிக்கும். எனக்கு பிடிச்ச ரொம்ப பிடிச்ச கண்டஸ்டன்ட் இவன் தான், வேற யாரு? நன்றி சார், நன்றி. இந்த தோசைக்காரனை தவிர வேற யாரை பிடிக்க முடியும்? நன்றி சார். இவனை பிடிக்கிறது கஷ்டம், கொஞ்சம் பெருசா இருக்கு. ആമാ സാർ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ, അതൊക്കെ നമ്മുടെ തമാശയൊക്കെ ഓക്കെ. എടാ പാറു, നീ ചിരിക്കാതെ കേൾക്കേണ്ട ഒരു കാര്യം പറഞ്ഞു. ഓക്കെ സാർ. ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ. ഈ ഒരു പാട്ടിന്റെ കമ്പോസിങ് സമയത്ത് രാജാ സാറ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ഓപ്പറേഷൻ ആയിട്ട് കിടക്കായിരുന്നു. സാറിന് സംസാരിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ഈ പാട്ട് റെക്കോർഡ് ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം രജനി സാറാണ്. അതിന് ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നത് വലിയ കഷ്ടമല്ലേ. അപ്പോൾ അർജൻറ്റായിട്ട് വന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന് സിറ്റുവേഷൻ പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം ഈ സംഗീതം എന്ന് പറഞ്ഞാൽ അത് രാജാ സാറിൻ്റെ ശരീരത്തിലുള്ള ശരീരം തന്നെ സംഗീതം എന്ന് പറഞ്ഞാൽ. ഇത് വിസിൽ ചെയ്തിട്ടാണ് ഈ ട്യൂൺ അസിസ്റ്റൻറ്റിന് പറഞ്ഞു കൊടുത്തത് അദ്ദേഹം. പിന്നെ നൊട്ടേഷനൊക്കെ എഴുതി, എല്ലാം എഴുതി. അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അന്ന് ഈ മൊബൈലും വീഡിയോ കോളൊന്നും ഇല്ല. അന്ന് ലാൻഡ് ലൈനിൽ അത് കേൾപ്പിച്ച് കറക്ഷൻസൊക്കെ ആ ബെഡിൽ കിടന്നിട്ട് സാറ് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത പാട്ടാണ് ഈ കാതലിന് ദീപമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. കാരണം സംഗീതം എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ജീവനാണ്. MSV സാർ, അദ്ദേഹത്തിന് ഇതുപോലെ സീരിയസ് ആയിട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ എന്ത് ചോദിക്കും ഡോക്ടറെ അടുത്ത്? പിന്നെ ജീവിക്കുമല്ലോ അല്ലേ ഡോക്ടർ എന്നല്ല നമ്മൾ ചോദിക്കത്തുള്ളൂ. അദ്ദേഹം ഡോക്ടറെ അടുത്ത് ചോദിച്ചു, എനിക്ക് പാടാൻ മുടിയുമോ, എനിക്ക് ഇനി പാടാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് MSV സാർ. കാരണം അത്ര സംഗീതത്തെ ജീവനേക്കാളും കൂടുതൽ സംഗീതത്തിന് വാല്യൂ കൊടുക്കുന്നവരാണ് ഇവരൊക്കെ. അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഇതൊക്കെ കൊള്ളാം. താങ്ക് யூ ஸோ மச். நீ நல்லா இருக்க, கடவுளை வேண்டிக் கொள்கிறேன். യെസ് സാർ, താങ്ക് യു. നന്ദി, വണക്കം. നന്ദി, വണക്കം. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ, MG സാർ. மார்க்கே போடலாமா? போடுங்க சார். எவ்வளவு போடணும்? நிறைய போடுங்க சார். 8.5. ஓகே சார். கூடுதல் வேணுமா? இன்னும் ஜாஸ்தியா கேளுடா. சார் உங்க விருத்தம் சார். 8.6. சார் உங்க விருத்தம். இனி வேணுமா? 8.7. உங்க விருத்தம் சார். भाई पानी हो कम है 8.7. താങ്ക് യു സാർ. ശരത് സാർ. കേള്, എൻകിட்ட മാർക്ക് കേള്. സാർ 8.7. ഏടി ചേച്ചി എൻകിട്ട മാർക്ക് കേൾക്കാതെ 8.7. ഓക്കെ, താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.4. താങ്ക് യു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ അർജുന്റെ ആ ഒരു പെർഫോമൻസോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് മുടിഞ്ചാച്ച്. വീട്ടിലേക്ക് പോകാം. Good night.